പശ്ചിമേഷ്യൻ സംഘർഷം 12ാം ദിനത്തിലേക്ക് എത്തുകയാണ്. ഇറാനിലേക്കും ലബനനിലേക്കും കനത്ത വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ടെൽ അവീവിലേക്കും ജെറുസലേമിലേക്കുമുള്ള ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇറാന്റെ 16 മൈൻ വിക്ഷേപണ കപ്പലുകളെ അമേരിക്ക തകർത്തു. അതേസമയം ഇറാനെതിരെ UN രക്ഷാസമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇറാന് നേരെ കടൽ, കര, വ്യോമ മേഖലകളിലൂടെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് തലസ്ഥാനമായ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിലുണ്ടായത്. ഇറാന്റെ തിരിച്ചടിയിൽ ടെൽ അവീവിലും ജെറുസലേമിലും നിരവധി മിസൈലുകൾ പതിച്ചു. ബഹ്റൈനിലും ഇറാഖി കുർദിസ്ഥാനിലുമുള്ള US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ വിപ്ലവസേന ആക്രമണം നടത്തിയെന്ന് ഇറാനി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമത്തെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി UAE അറിയിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇറാന്റെ 16 മൈൻ വിക്ഷേപണ കപ്പലുകളെ US സേന തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തങ്ങളുടെ പടക്കപ്പൽ മുക്കിയത് ക്ഷമിക്കില്ല എന്നും രക്ഷാപ്രവർത്തനം വരെ തടഞ്ഞ അമേരിക്ക കാണിച്ചത് നാസികളെക്കാൾ മോശം സമീപനമാണെന്നും ഇറാൻ തിരിച്ചടിച്ചു. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം നേരിടാൻ യുക്രൈൻ യുദ്ധവിദഗ്ധർ എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. ഇറാനിയൻ ഡ്രോണുകളെ നേരിടാൻ പ്രാപ്തിയുള്ള യുക്രൈൻ സൈനിക വിദഗ്ധരാണ് ഗൾഫിലേക്ക് തിരിച്ചത്. അതേസമയം ഇറാൻ നേരെയുള്ള യുദ്ധത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെന്ന് ട്രംപ് സമ്മതിച്ചു. ഫ്ലോറിഡയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശ രാജ്യങ്ങളിലെ US ഇടപെടലുകളെ വാൻസ് ശക്തമായി വിമർശിച്ചിരുന്നുവെന്നാണ് ട്രംപിന്റെ തുറന്നു പറച്ചിൽ. He was, I would say, philosophically a little bit different than me. I think he was maybe less enthusiastic about going, but he was quite enthusiastic. അതേസമയം ഇറാനെതിരെ UN രക്ഷാസമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചു. അയൽരാജ്യങ്ങൾക്കെതിരായ ആക്രമണം നിർത്തണമെന്ന പ്രമേയത്തിന്മേൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മിസൈൽ ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ പ്രമേയത്തെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അതേസമയം രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായ റഷ്യയും ചൈനയും ഈ പ്രമേയത്തിന്മേൽ വീറ്റോ അധികാരം ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ USന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെയും എതിർത്തേക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.